ഇന്ന് രാവിലെ പറയുന്നത് കേട്ടു മഞ്ചേരിയിലെ സമ്മേളനം 5000 ആളുണ്ടായിരുന്നോ? ചോദ്യമാണ്. അത് വേണ്ട. ഡോക്ടർമാർ തന്നോടുള്ള ബഹുമാനം താങ്കളെ കളയരുത്. നമ്മളെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ രാജാവിനേക്കാളും രാജഭക്തിയും കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് താങ്കൾക്ക് അറിയാലോ. ഞാൻ ഉയർത്തിയത് എന്റെ വിഷയം, എന്റെ വീട്ടിലെ വിഷയമല്ല. ഈ പൊതുസമൂഹം നേരിടുന്ന പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ചാണ്. ഒരു ഡിബേറ്റിന് തയ്യാറുണ്ടോ ഈ പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ച്? ഡോക്ടറായിരുന്നു ഞാൻ വെല്ലുവിളിക്കാം. ഞാൻ വെല്ലുവിളിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ആ രീതി ശരിയല്ല. അടുത്ത് പറഞ്ഞു സഭയിലേക്ക് പോകുന്നുണ്ടോ? നാളെ സഭയിലുണ്ടാവോ? നാളെ സഭയിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ചെറിയ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് CPI നമ്മുടെ എന്താ പറയാ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ആ കേരളത്തിൽ സകല കോടിയും സർക്കാരിന്റെ പുറമ്പോക്ക് പാതകളും ഇവർക്ക് കൊടുത്തുകൊടുക്കുന്ന ഓർഡർ കോറി മാഫിയെ പറയുന്ന അന്യസംസ്ഥാന കോറി മാഫിയെ ഈ പറയുന്നവരെ സഹായിക്കാൻ കിട്ടുന്ന ഓർഡർ അതുകൂടെ മനസ്സിലാക്കിപ്പെട്ട് ഈ ഓർഡർ പറയുന്നത് ഇതൊന്നും ആരും കാണാത്ത ഓർഡർ കേട്ടോ. നിങ്ങൾ കണ്ടത് അതന്നെ ഇത് കിട്ടുന്നത്. ഈ ഓർഡർ ഇറങ്ങുന്നത് ഗവൺമെന്റ് ഓഫ് കേരള അബ്സ്ട്രാക്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അലോട്ട്മെന്റ് ഓഫ് NOC to the application be submitted on nomination basis of quarrying in the government Purumbok lands for a single project related to national highway development work. ഒരു കമ്പനിക്ക് കൊടുത്ത ഓർഡർ അതേപോലെ വേറെ പല കമ്പനിക്ക് ഇനി കൊടുക്കും. സിംഗിൾ ഓർഡർ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് വർക്ക് ഇംപ്ലിമെന്റഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി within the state costing more than ₹500 crores. ഒരു കരാറുകാരന് കൊടുത്ത 500 കോടി റുപ്യ കരാറെടുത്ത ഒരു വ്യക്തിക്ക് ഒരു കമ്പനിക്ക് കൊടുത്ത ഓർഡറാണ്. ബൈ റിലാക്സിംഗ് ദ എക്സിസ്റ്റിംഗ് നോൺ സാങ്ഷൻ അക്കോർഡിംഗ് ടു ദ ഓർഡേഴ്സ് ഇഷ്യൂഡ്. ഇതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്കത് വായിച്ചാൽ ഞാൻ മനസ്സിലാവും. സമയം കളഞ്ഞില്ല. Sanction is accorded to the allotment NOC without auction to the applicants being submitted on the nomination basis for quarrying in the government Purumbok lands for a single project costing more than 500 crore related to the national highway development project implemented by the national authority by relaxing the condition stipulated in the government order. Read as first paper above subject to the following condition. ഈ സർക്കാർ ഭൂമിന്നാണല്ലോ, ഭൂമിന്നാണ്. അവിടുത്തെ അപ്പൊ ആ പൊട്ടിച്ചെടുക്കുന്നതിന് എന്തെങ്കിലും പണം സർക്കാർ ഈടാക്കുന്നുണ്ടോ? 50 രൂപ എന്തെങ്കിലും ഉണ്ട്, അതിന് താഴെ പറയുന്നുണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ലാന്ന്. ഇവിടെ സർക്കാരിന് വേറെ ടാക്സ് ഇല്ല, GST ഇല്ല, ഒന്നും മുടക്കമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താ, എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത്? ഇവിടെ അവൈലബിൾ ആയ കോറികൾ, ലൈസൻസ് ചെയ്ത കോറികൾ ഞാൻ ഇന്നലെ പറഞ്ഞ 200 പൂട്ടിക്കിടക്കാണ്. എന്തിനാ പൂട്ടിയത്? അവർക്ക് ലൈസൻസ് ഇല്ലായിട്ടോ ബ്ലാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാത്തോണ്ടോ ഈ പറയുന്ന പൊല്യൂഷൻ കൊടുക്കാത്തോണ്ടോ ഒന്നുമല്ല. അവർക്ക് അനുവദിച്ച ക്വാണ്ടിറ്റിയിൽ നിന്ന് കൂടുതൽ പൊട്ടിച്ചു, അതുകൊണ്ട് സ്റ്റോക്ക് കൊടുത്തു. അപ്പൊ എന്താ ചെയ്യുക? അനുവദിച്ച കൂടുതൽ അത് അളവെടുത്ത് അതിന്റെ വിസ്തൃതി കണക്കാക്കി, അതിന്റെ ടണ്ണേജ് കണക്കാക്കി, അതിന് ഇത്ര രൂപ ഫൈന്. കാരണം നോർമൽ അവർക്ക് ഉണ്ടാകുന്ന ഫീസിന്റെ 2 ഇരട്ടി 3 ഇരട്ടി ഫീസ് അടച്ചാൽ ഒരു ദിവസം കൂടെ കൊടുക്കാവുന്നുള്ളൂ. 3-3.5 കൊല്ലായി, 4 കൊല്ലമായ 200 കോടി. അതാ പറഞ്ഞ 2000 കോടി രൂപയോളം എഴുതി കൊടുത്ത സർക്കാരിന് കിട്ടും. ഈ കോടികളെ കല്ല് മതി എന്തിന്? ഈ റോഡുണ്ടാക്കാൻ. ഇതൊക്കെ നിർത്തിവെച്ചിട്ട് സർക്കാരിന്റെ ഭൂമി പൊട്ടിക്കാൻ ഓർഡർ കൊടുത്തു. അപ്പൊ അതിൽ നിന്നുള്ള കല്ലുകൾ ഈ വർക്കിനല്ലാതെ മറ്റു സ്ഥലത്തേക്കും പോകാനുള്ള സാധ്യത ഉണ്ടാവില്ലേ? അല്ല, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതന്നെ ഇവിടെ കിടക്കുന്ന കച്ചവടം. നാഷണൽ ഹൈവേക്ക് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് ഒന്നുകൂടെ സ്വകാര്യത്തിൽ അന്വേഷിച്ചു. 1000 ലോഡ് മണ്ണാണ് നടക്കുന്നത്. ആലപ്പുഴ ജില്ലയൊക്കെ എന്താ പറയാ പരിപൂർണമായി തീർന്നു കഴിഞ്ഞു. ഇന്ന് വരെ തൊടാൻ കഴിയുന്നില്ല. ആ സുലൈമാന്റെ കയ്യിലുണ്ട്, അവന്റെ കയ്യിൽ പോണവന്ന്. ഇന്നലെ ഇപ്പൊ DMK സഖ്യത്തിനില്ല എന്ന് ഇളങ്കവും പറഞ്ഞ സാഹചര്യത്തില് DMK വക്താവാണ് തമിഴ്നാട്ടിലെ ഔദ്യോഗിക വക്താവാണെന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ആര് പറഞ്ഞു? അദ്ദേഹം ഔദ്യോഗിക വക്താവാണ് എന്ന് പറഞ്ഞതിന് എന്താ നിങ്ങളുടെ എന്തിന്റെ ബേസിലാണ്? ആയിക്കോട്ടെ, ഈ വിഷയം പറയാൻ അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെടുത്തി
എന്നുള്ളത് എന്താണ് പത്രക്കാരുടെ കയ്യിലെ തെളിവ്? ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് ചോദിക്കില്ല, നെഗറ്റീവായിട്ടല്ല ചോദ്യം. എന്തുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അതായത് എൽദോവനേക്കാൾ വലിയ നേതാക്കളെയാണ് താങ്കൾ പോയി കണ്ടിരുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം എൽദോവൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കോണ്ടാക്ട് പോയിന്റ് അവിടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ച ചെയ്തിട്ടുണ്ട്, അത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. അല്ല, ഇപ്പോഴും DMK-യുടെ ഭാഗത്ത് ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഒന്നാമത്തെ DMK-യുടെ ഭാഗത്ത് നമുക്ക് പല ഉറപ്പുകളുണ്ട്. DMK എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരു എന്താ പറയുക ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രക്ചറുള്ള, കൃത്യമായ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുള്ള, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അതിശക്തമായ കാഴ്ചപ്പാടുകളുള്ള, ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിക്കുണ്ടാകേണ്ട എല്ലാ കേന്ദ്ര സംവിധാനവുമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് DMK. ഇത് ഇവിടുത്തെ കേരള കോൺഗ്രസിനെ പോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ NCP-നെ പോലെ നിങ്ങൾ കാണരുത്. ആ പാർട്ടിക്ക് അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. ഞാൻ പറഞ്ഞോ DMK പിന്തുണ ഒന്നും ഇതുവരെ ഞാൻ പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതാണ്. ഞാനത് നിഷേധിച്ചിട്ടില്ലായിരുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും നിഷേധിക്കുന്നില്ല. DMK പിന്തുണ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും നിഷേധിക്കുന്നില്ല. DMK പിന്തുണ ഒന്നും എന്ന് എനിക്ക് പറയാനായിട്ടില്ല. അതാ പറയേണ്ടത് ആ പാർട്ടിയാണ്, ഞാനല്ല. ആ പാർട്ടി അതിന് സമയം വരുമ്പോൾ പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നു. അപ്പൊ ഞാനൊരു പ്രധാന വിഷയം പറയാൻ പറ്റില്ല. നമ്മുടെ അല്ല നിർത്തമില്ല, അത് പറയാതെ പോകാൻ പറ്റില്ല. നമ്മുടെ റിപ്പോർട്ടർ TV-യിലെ ഡോക്ടർ അരുണ് ഇന്നലെ ഡിബേറ്റില് ഈ ഇദ്ദേഹത്തെ പുറത്താക്കിയില്ല, എന്താ പറയാ ADGP-യെ. അത് പുറത്താക്കിയ സമയത്ത് ആ വാർത്ത വന്നപ്പോൾ സ്മൃതി പറഞ്ഞു ഇത് അൻവറിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു, ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആരും ചാടി കയറിയിട്ട് അത് അൻവറിന്റെ ക്രെഡിറ്റ് പോയില്ല, അത് അൻവറിന്റെ ക്രെഡിറ്റ് പോയില്ല. അത് പറഞ്ഞത് വേറെ ആളുകളാണ്, പ്രതിപക്ഷം. അൻവറിന് അങ്ങനെ ഒരു പരാതിയില്ല. അൻവർ സ്വർണ്ണക്കള്ളക്കടത്ത് വിധാൻ വധക്കേസ് ഇന്നത്തെ ഡിബേറ്റുകൾ നോക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺകുമാറിനോട് തന്നെ പറയണ്ടേ, അദ്ദേഹത്തിന് കുറച്ചൊരു തിരിച്ചിലുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്തോ ഒരു മധുരം ജലീലിന് കിട്ടിയതുപോലെ എന്തോ ഒരു ഇരട്ടി മധുരം അദ്ദേഹത്തിന് കിട്ടിയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തെ നല്ല ബഹുമാനമുള്ള വ്യക്തിയാണ്. പക്ഷെ ഈ വിഷയം തുടങ്ങിയ അന്ന് മുതൽ അജിത് കുമാറിന്റെ അടുത്തേക്ക് വരുമ്പോൾ തിരിച്ചു. അത് അദ്ദേഹത്തിന് നല്ലൊരു കാര്യമില്ല, കേരളീയ സമൂഹത്തിൽ കാണുന്നുണ്ട്. കാരണം പച്ചക്കള്ളാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതില് 4ാമത്തെ കാര്യമായിട്ട് TVNോട് ഉന്നയിച്ച പൊളിറ്റിക്കൽ ഇഷ്യൂസ് അത് 2 ഒന്ന് അരീക്കോട് നടന്ന നവകേരള സദസ്സിലെ CPM പ്രവർത്തകർക്കെതിരെ അവിടെ ഉണ്ടായപ്പോൾ കേസെടുത്ത് ജയിലിലടച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ. അതിന്റെ പേരിൽ ശശിധരനെതിരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് നിലപാടിനെതിരായി ഒരു നിലപാടെടുത്ത് ശശിധരനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി നടപടി സ്വീകരിക്കണമെന്ന ഒന്ന്. ഇത് 4ാമത്തേതാണ്. ഡോക്ടർ അരുൺ, പ്രിയപ്പെട്ട അരുൺ, താങ്കൾ ഇങ്ങനെ കളവ് പറയരുത്. ഇതിന് 4ാമത്തേതായി പറയുന്നത് നിങ്ങളെല്ലാവരുടെ കയ്യിലുണ്ട്. തൃശ്ശൂരിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ സാംസ്കാരിക ആഘോഷമായ തൃശ്ശൂർ പൂരം ഇത്തവണ വാർത്തകളിൽ നിറഞ്ഞത് പോലീസ് നടപടികളുടെ പേരിലായിരുന്നു. ജനങ്ങൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത് ബോധപൂർവമാണ്. ജലീൽ എത്ര പ്രാവശ്യം എന്തൊക്കെ മാറ്റി പറഞ്ഞെന്ന് പരിശോധിക്കുന്നുണ്ട്. അതൊന്ന് രാജ്യസഭയിലേക്ക് ജലീൽ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് കാണാം. അധിക സമയമൊന്നുമില്ലല്ലോ. എത്രയുള്ളത് വിട്ടാസ് ഒഴിയാൻ എത്രയുള്ളത് അത്രയല്ലേ ഉള്ളൂ. ഈ നിയമസഭ കഴിഞ്ഞോട് കൂടിയിട്ട് ആ കസേരയിൽ കയറിയില്ല. ജലീല് പറഞ്ഞത് ശരിക്കും പലപ്പോഴും BJP-ക്കാർ പോലും പറയാൻ പഠിക്കുന്ന കാര്യമാണ്. 99% മുസ്ലിങ്ങളാണ് സ്വർണം കൊണ്ടുവരുന്നത്. അതിനൊരു തത്വ ഇറക്കണം, മതവിധി ഉണ്ടാക്കണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. എന്തായിരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ജലീൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ പറച്ചിൽ ഉദ്ദേശം ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറന്റ്. അതിന് എന്തായാലും അർത്ഥമൊക്കെ വളർന്നു പറഞ്ഞല്ലോ. അതിനേരെ പറഞ്ഞതിന് എന്താ അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞത് തന്നെ. BJP ഒരു പാർലമെന്റ് ഒരു നിയമസഭ അത് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു പാർലമെന്റ് വരുന്നു, ഒരു രാജ്യസഭ, പല പഞ്ചായത്തുകളും അവർ ഭരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും അവരുടെ പ്രാതിനിധ്യമായി പിന്നീട് അത് വർദ്ധിപ്പിച്ചാൽ മതി. ആ അർത്ഥത്തിലാണോ? തീർച്ചയായിട്ടും അത് ഒരിക്കലും ഇന്ത്യയിൽ അംഗീകരിച്ചു കിട്ടുമെന്ന് ആരും കരുതണം.
ഒറ്റ തെരഞ്ഞെടുപ്പും ഒരു പ്രധാനമന്ത്രിയുടെ അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന സാമൂഹിക സാംസ്കാരിക ഭൂമിശാസ്ത്രപരമായ ചുറ്റുപാടല്ല ഈ രാജ്യത്തുള്ളത്. ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ ഒത്തുചേർന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ ആ നാട്ടുരാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, ഇപ്പൊ തമിഴ്നാട്ടിലെ സംസ്കാരമാണ്. ആ സംസ്കാരം ഇവിടുന്ന് 40 കിലോമീറ്റർ പോയാൽ എന്താണ് അവരുടെ വേഷവിധാനങ്ങളും കൂടി മാറ്റാണ്, അവരുടെ ഭക്ഷണത്തിൽ മാറ്റാണ്, അവരുടെ വിശ്വാസത്തിൽ മാറ്റാണ്, അവരുടെ സംസ്കാരത്തിൽ മാറ്റാണ്. ഇത് നിലമ്പൂർ 50 കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ അങ്ങനെ വ്യത്യസ്തമായ ഇന്ത്യയെ ഒരു പാത്രത്തിലേക്ക് ആക്കാമെന്ന് പറഞ്ഞാലും നടക്കുമോ? ഒരു കുടത്തിലേക്ക് കടുവയും പൂച്ചയും പുലിയെയും എലിയെയും എല്ലാം കൂടെ ഇട്ട് ആ കുടം അടച്ചു വെച്ചാൽ ആ കുടം എന്താവും? കുടം തന്നെ പൊളിക്കൂലേ? അങ്ങനെ ഒരു ഭൂതത്തിനെ കുടത്തിലടക്കാൻ പറ്റുന്ന ജനാധിപത്യ സംസ്കാരമല്ല ഇന്ത്യ രാജ്യത്തുള്ളത്. അതൊന്നും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നല്ല. അത് BJP എന്നല്ല, ലോകത്ത് ആരും വിചാരിച്ചിട്ട് നടക്കില്ല. PM മനോജ് ഇന്നലെ വളരെ രൂക്ഷമായ ഒരു വിമർശനം നൽകുന്നത് ഈ പാർട്ടിയെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. PM മനോജ് തരത്തിൽ പോയി കളിക്കണമെന്നാണ്. PM മനോജ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ദേശാഭിമാനി ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായി CM-ന്റെ കൂടെ ജലീൽ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും മലബാറിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ ഏറ്റവും വലിയ മുതിർന്ന നേതാവാണ് മനോജ് പറഞ്ഞെങ്കിൽ എനിക്ക് ആ ജനയെ കുറിച്ച് അറിയില്ല. ഐ ഡോണ്ട് നോ. ഇന്ന് വൈകുന്നേരം ഇപ്പൊ ജലീലടക്കമുള്ളവരാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ വിശകലനത്തിൽ പങ്കെടുത്തത്. ജലീല് TK ഹംസ തുടങ്ങിയ A വിജയരാഘവൻ, അതെ, അങ്ങയുടെ ഒപ്പം ഉണ്ടായിരുന്ന സ്വതന്ത്ര MLA-മാരാണ്. സ്വാഭാവികമായിട്ടും TK ഹംസ, KT ജലീല്, A വിജയരാഘവൻ, മോഹൻദാസ്. തമാശ നടനുണ്ടായി ഭയങ്കര തമാശക്കാരനാണ്. മൂപ്പരും കൂടി കൂട്ടം പറയും. ഭയങ്കര തമാശക്ക് പോയല്ലേ, ആളുകൾക്കും ചിരിക്കാനെങ്കിലും. അപ്പൊ CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നു. എല്ലാ ബ്രാഞ്ചിനും കൃത്യമായ ഡയറക്ഷനാണ്. എത്ര 25 പേര് വേണം, 50 പേര് ഉറപ്പാണ്. പിന്നെ മഹത്തായ ജലീൽ സാഹിബിന്റെ മതപ്രഭാഷണം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ആ മതപ്രഭാഷണം കേൾക്കാൻ കുറച്ച് ആളുകൾ കൂടും. അതിനപ്പുറമൊന്നുമില്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് തൊട്ട് അറിയും. അവിടെ വന്നിട്ട് ഈ പറഞ്ഞാൽ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞ നാട്ടിൽ വിടുന്നില്ല സ്ത്രീകൾ. ഹൗസ് ക്യാമ്പയിൻ നടത്തുകയാണ് CPM. ആ പോകുന്ന ആളുകളെ പറ്റി എനിക്ക് പറ്റില്ല. അവരെ നിർബന്ധിത സാഹചര്യത്തിൽ പോകും. ചില വീട്ടിൽ നിന്ന് ചൂലെടുത്തിട്ടുണ്ട് സ്ത്രീകള്, ഇറങ്ങി പോകാറുണ്ട്. MLA നിങ്ങൾ പഠിപ്പിക്കേണ്ട ഞങ്ങൾ കണ്ടതാണല്ലോ. നവകേരള സദസ്സ് നിങ്ങൾ കണ്ടിരുന്നല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ജനാവലി പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു നവകേരള സദസ്സ്. അന്ന് വ്യവസായ മന്ത്രി രാജീവ് വിട്ട പോസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ഇപ്പോഴും ഉണ്ടാവില്ല പോസ്റ്റ് എടുത്ത് വായിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ജനാവലി അദ്ദേഹം എഴുതിയതാണ്. അത് നിലമ്പൂരിലെ ജനങ്ങളെ PVN സംഘടിപ്പിച്ചതാണ്. അതിന്റെ ചെയർമാൻ ഞാനായിരുന്നു MLA എന്ന നിലയ്ക്ക്. മറ്റൊക്കെ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.